നമ്മുടെ മോഹൻ ജി ഗോപാൽ സാറ് അദ്ദേഹത്തിൻ്റെ ചില തിരക്കുകൾ കാരണം ഇന്ന് നമ്മൾ അവിടെ ഓൺലൈനിലാണ് സംസാരിക്കുന്നത്. അത് ലൈവായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കണക്റ്റിംഗ് 4 വൈറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോട്ട്സ്, ഡിസ്മാൻഡ്ലിംഗ് ഇന്ത്യൻ ഒളിഗാർക്കി, എസ്റ്റാബ്ലിഷിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, റിസർവേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റി സെൻസസ് എന്ന വിഷയമാണ്. ഇന്ന് രാജ്യത്ത് ഉടനീളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചക്കെടുത്തിരിക്കുന്നത്. ഈ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യ രാഷ്ട്രീയം എന്ന് വളരെയധികം ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ വിഷയത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ ഒരു വിഷയം വളരെ ആധികാരികമായി സംസാരിക്കാൻ ഏറ്റവും ഒന്നാമൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളോട് സംസാരിക്കുന്നത്. മോഹൻ ജി ഗോപാൽ സാറ് നമുക്ക് ഇന്ത്യയിലെ പിന്നോക്ക അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു വ്യക്തിത്വമാണ് മോഹൻ ജി ഗോപാൽ സാർ. അദ്ദേഹം ഈ CH ചെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം CH ചെയറിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം പ്രവർത്തിക്കാമെന്ന് ഞങ്ങളോട് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ സർവകലാശാലയ്ക്ക് അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ ഈ ആഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ അതിൻ്റെ ഒരു സർവകലാശാലയുടെ ഒരു അംഗീകാരം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മോഹൻ ഗോപാൽ സാറ് നമുക്കറിയാം, അദ്ദേഹം സുപ്രീം കോടതിയുടെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അങ്ങനെ നിരവധി രംഗങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മോഹൻ ഗോപാൽ സാർ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ EWS കേസ്, അതായത് സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ സൗജന്യമായിട്ട് ബാധിച്ച വ്യക്തിത്വമാണ് നമ്മുടെ മോഹൻ ഗോപാൽ സാർ. ഈ രംഗത്ത് ഇത്തരം വിഷയങ്ങളിൽ ഒരു ആക്ടിവിസ്റ്റിൻ്റെ ഒരു റോളിൽ, ഒരു സമരഭടൻ്റെ റോളിലാണ് എപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം ഈ ശ്രീനാരായണ മാധവധർമ്മം ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് നിലവിൽ. അങ്ങനെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ, നിയമരംഗങ്ങളിൽ ഒക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ മോഹൻ ജി ഗോപാൽ സാറിനെ ഈ പരിപാടിയിലേക്ക് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമുക്ക് ചെയർ ചെയ്യുന്നത്, നമുക്കറിയാം, സുദേശം രഘു എന്ന് പറയുന്ന പേര് ഇന്ന് കേരളത്തിൽ വളരെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ്. പ്രത്യേകിച്ചും ഇന്ന് ഇസ്ലാമോഫോബിയക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് പോലും യഥാർത്ഥത്തിൽ സുദേശം രഘുവാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അദ്ദേഹത്തിൻ്റെ ഈ PSCയിലെ സംവരണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം നമ്മുടെ CH ചെയറിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രേസ് ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംവരണ വിഷയമായിട്ട് ഈ സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട് വേറെയും പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കോളമിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണ്. ഈ രംഗത്ത് വളരെ സജീവമായിട്ട്, പ്രത്യേകിച്ചും സാമൂഹിക മാധ്യമ രംഗത്തൊക്കെ അദ്ദേഹം ഓരോ ദിവസവും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, എന്നാൽ അതിനൊന്നും ചൂളാതെ വളരെ സുധീരം അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുദേശം രഘു. അദ്ദേഹം ഇവിടെ നമുക്ക് ഇതിൻ്റെ ചെയറായി കിട്ടിയത് തീർച്ചയായിട്ടും നമ്മൾ ഈ രംഗത്ത് കേരളത്തിൽ നമുക്ക് തികച്ചും കിട്ടാവുന്ന ഏറ്റവും അർഹനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സുദേശം രഘു സാറ്.
അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് ഞാൻ സുദേശം രഘു സാർ ഇതിലെ ചെയർ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യായ ഖാദർ പാലാഴി, ഇന്നിവിടെ സംസാരിക്കുന്ന ബഹുമാന്യായ പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ സാർ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സെമിനാറിൻ്റെ ഭാഗമായി ഡിസ്മാൻഡലിംഗ് ഇന്ത്യൻ ഒളിഗാർക്കി, എസ്റ്റാബ്ലിഷിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, റിസർവേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റി സെൻസസ് എന്ന വിഷയത്തിൽ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭന വ്യക്തിത്വമാണ് നിങ്ങളോട് സംവദിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യക്കകത്തും പുറത്തും മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നിരന്തരമായി എഴുതുകയും പ്രചാരണം നടത്തുകയും അതിനുവേണ്ടി വാദിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ സാർ. നമുക്കറിയാം, ഏതാണ്ട് 100 കൊല്ലം മുൻപാണ് വാസ്തവത്തിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പ്രാതിനിധ്യ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള തൻ്റെ ഡിമാൻഡ് വട്ടമേശ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാരിലേക്ക് മാറുന്ന സന്ദർഭത്തിൽ പ്രാതിനിധ്യ ജനാധിപത്യം നടപ്പായില്ലെങ്കിൽ ഇവിടെ ഒരു ഒളിഗാർക്കി ആയിരിക്കും ഭരിക്കുക എന്ന മുന്നറിയിപ്പ് നൽകിയത്. വാസ്തവത്തിൽ ആ പ്രയോഗം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടേതാണെങ്കിലും സമീപകാലത്ത് ആ പ്രയോഗത്തിന് നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായ പ്രചാരണം ലഭിക്കുന്നത് മോഹൻ ഗോപാൽ സാർ അത് ആവർത്തിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രയോഗത്തിലൂടെ ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ സ്വഭാവം വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ അഖിലേന്ത്യാ തലത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഒലിഗാർക്കി സമുദായങ്ങളുടെ ഭരണ ആധിപത്യത്തിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം വെളിവാക്കുന്ന നിരവധി ഡാറ്റ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മാറി മാറി നിരവധി ഭരണാധികാരികൾ ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിലും ഭരിച്ചു പോകുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളിൽ ജുഡീഷ്യറിയിലായാലും എക്സിക്യൂട്ടീവിലായാലും ലെജിസ്ലേച്ചറിലായാലും പിടിമുറുക്കിയിട്ടുള്ള ഏതാനും ചില സമുദായങ്ങളാണ് എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ സമുദായങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി, എന്നേക്കുമായി നിലനിർത്തുന്നതിന് വേണ്ടി സമുദായങ്ങളുടെ കണക്കെടുക്കുന്ന ഏർപ്പാട് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം വേണ്ട എന്ന് ഈ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ആധിപത്യമുള്ള ഭരണകൂടങ്ങൾ തീരുമാനിച്ചു പോന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി 2011 മുതൽ വളരെ ശക്തമായി ഇവിടുത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ആവശ്യപ്പെട്ടു പോരുന്നതാണ് കമ്മ്യൂണിറ്റി സെൻസസ്, സമുദായങ്ങളുടെ സെൻസസ് എടുക്കണമെന്നത്. പക്ഷേ 2011 സെൻസസ് അവരെടുത്തില്ല. അതിനുശേഷം നടത്തിയ സോഷ്യോ ഇക്കണോമിക് സർവേയുടെ കണക്ക് അവർ പുറത്തു കൊണ്ടുവരികയും ഉണ്ടായില്ല. ഏതാണ്ട് 93 കൊല്ലമായി ഇവിടുത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ കണക്കെടുക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ മാറി നിൽക്കുകയാണ്. മാറി മാറി വന്ന എല്ലാ ഭരണാധികാരികളും, കോൺഗ്രസ് ഭരണവുമായാലും NDA ഭരണമായി കഴിഞ്ഞാലും ജനതാദൾ ഭരണം, ഒരു ഭരണാധികാരിയും 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന സെൻസസിൽ ഈ കണക്കെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഇപ്പോൾ വീണ്ടും നമ്മൾ 2021 നടക്കേണ്ട സെൻസസ് നടന്നിട്ടില്ല. അത് നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് അമിത്ഷാ പറയുകയുണ്ടായി. ആ സെൻസസ് സമുദായങ്ങളുടെ കണക്കെടുക്കണമെന്നുള്ളൊരു ഡിമാൻഡ് അതിശക്തമായി നമ്മൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സമുദായങ്ങളുടെ കണക്കെടുക്കൽ മാത്രമേ ഈ സമുദായങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ്, ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന്, ഈ സമുദായങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഇവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്താണ്, തൊഴിൽപരമായ അവസ്ഥ എന്താണ്, വിദ്യാഭ്യാസപരമായ അവസ്ഥ എന്താണ്, ഇവരുടെ ഭൂമി എത്രയാണ് തുടങ്ങിയുള്ള കണക്കുകൾ നമുക്ക് ലഭിക്കൂ. അങ്ങനെ ലഭിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഓരോ സർക്കാരിനും കഴിയൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ സാമുദായികമായ സെൻസസ് എടുക്കണമെന്ന ശക്തമായ ഡിമാൻഡ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ചെയർ എന്ന രീതിയിൽ മോഹൻ ഗോപാൽ സാർ വളരെ നേരത്തെ തന്നെ ഓൺലൈനിൽ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ വിശദമായി കാര്യം സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമുള്ള നമുക്ക് സമയമുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ആ സമയത്ത് പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനായ മോഹൻ ഗോപാൽ സാറിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സാദരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു.
വളരെ നന്ദി ശ്രീ സുദേശ്. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ഇമേജും വോയിസും ക്ലിയർ ആണ്. ഓക്കെ. ബഹുമാനപ്പെട്ട ശ്രീ ഖാദർ പാലാഴി, ബഹുമാനപ്പെട്ട ശ്രീ സുദേശം രഘു, അദ്ദേഹം എൻ്റെ ഒരു വളരെ അടുത്ത സഹപ്രവർത്തകനും സുഹൃത്തും സഹോദരനുമാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ബന്ധപ്പെടും, സംസാരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ വേദി ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മുടെ ശ്രീ ഖാദർ പാലാഴി പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദവും സുരക്ഷിതമായി നിർത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ശ്രീ സുദേശം രഘു. ഇവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ശ്രീ ഖാദർ പാലാഴിക്കും CH മുഹമ്മദ് കോയ ചെയറിനും ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈയിടെ ഈ ചെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓണററി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാമോ എന്ന് എനിക്കൊരു നിമന്ത്രണം വന്നപ്പോൾ അത് ഞാൻ സന്തോഷപൂർവ്വം ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി വരുന്ന കുറച്ച് നാളുകളിൽ അവിടെ എത്തി എങ്ങനെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒക്കുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഈ സെൻസസും റിസർവേഷൻസും വളരെ വളരെ വിവാദപരം ആയിരിക്കുകയാണ്. റിസർവേഷൻ്റെ എതിരെ, സെൻസസിൻ്റെ എതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ രാജ്യത്ത് ഒട്ടാകെ തുടങ്ങിയിരിക്കുകയാണ്. റിസർവേഷൻ എന്താണെന്ന്, സെൻസസ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളിൽപ്പെട്ട പലരും, അതായത് ഈ രാജ്യത്തെ ഓളിഗാർക്കിയിൽപ്പെടാത്ത, ഓളിഗാർക്കിയും ഡെമോക്രാറ്റ്സും ഓളിഗാർക്സുമായിട്ട് തമ്മിലുള്ള ഒരു സംഘടനയാണ് ഇവിടെ നടക്കുന്നത് ഈ രാജ്യത്ത്. ഈ ഡെമോക്രാറ്റിക് ഫോഴ്സസിൽ പെട്ടവർ പോലും ഇതെന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാതെ റിസർവേഷനോടും സെൻസസിനോടൊക്കെ തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുക്കുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും നമുക്ക് ഇത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ ഒരു ഇൻറ്ററാക്ഷൻ ആയിരിക്കും കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുകൂടെ സംസാരിക്കുന്നതുകൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണ് എൻ്റെ ഫീൽഡ്, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടും മലയാളത്തിലും ചിലപ്പോൾ ഇംഗ്ലീഷിലും ഞാൻ സംസാരിക്കും. ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട കാരണം ഞാൻ മിസ്റ്റർ ഖാദർ പാലാഴിയോട് പറയായിരുന്നു, ഈ പല മനുഷ്യരെ വിമുക്തരാക്കുന്ന ഈ സാമൂഹികമായിട്ടുള്ള ചൂഷണത്തിനെ അവസാനിപ്പിക്കുന്ന പല വാക്കുകളും ഈ ബ്രാഹ്മണിക്കൽ വൊക്കാബുലറിയിൽ നിന്ന് അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഫെയർനെസ് എന്നുള്ള വാക്കിനൊരു മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല, സംസ്കൃതത്തിലും ട്രാൻസ്ലേഷൻ ഇല്ല, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇല്ല. ഇക്വിറ്റി, ഇക്വാളിറ്റി, നമ്മൾ സമത്വം എന്നൊക്കെ പറയുന്നു. സമത്വവും ഇക്വാളിറ്റിയും ആക്ച്വലി എക്സാക്ട്ലി സെയിം അല്ല, അതിനൊരു വാക്കില്ല. ജസ്റ്റിസ് എന്നുള്ള വാക്ക്, ന്യായം എന്ന് നമ്മൾ പറയും. വാസ്തവത്തിൽ ന്യായവും നീതിയും ജസ്റ്റിസിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ അല്ല. അതുപോലെ തന്നെയാണ് ഓളിഗാർക്കി. ഓളിഗാർക്കിക്ക് ഒരു ആക്ച്വൽ ട്രാൻസ്ലേഷൻ ഇല്ല. കമ്മ്യൂണിസത്തിനൊരു ട്രാൻസ്ലേഷൻ ഇല്ല. ശരിക്കും സോഷ്യലിസത്തിനൊരു ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പോൾ ഈ ജനപക്ഷത്തിൽ നിന്ന് വരുന്നുള്ള ആശയങ്ങൾക്കൊന്നും ഒരു ഒറിജിനലായിട്ടുള്ള വാക്കുകൾ നമ്മൾ നമ്മുടെ സംസ്കൃതത്തിലോ നമ്മുടെ മലയാളത്തിലോ വൊക്കാബുലറിയിൽ നമ്മൾ കാണുന്നില്ല. കാരണം ഈ ഓളിഗാർക്കിയാണ് വൊക്കാബുലറി കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആ ഓളിഗാർക്കി
ഇങ്ങനത്തെ വാക്കുകൾ വരാൻ സമ്മതിക്കില്ല. ഞാനീ പറയുന്നത് ഈ ഓളിഗാർക്കി എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കി അത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ, ഈ പല വാക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാതെ കമ്മ്യൂണിസം, ബൂർഷ്വ എന്നൊക്കെ പറയുമ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വാക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ വൊക്കാബുലറിയുടെ ഒരു ഭാഷയാവും. അത് മറ്റ് രാജ്യങ്ങളിൽ ഇതേ വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെതിരെ പോരാടുന്ന ആൾക്കാരും നമ്മളൊക്കെ ആയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കും, ഒരു യൂണിറ്റി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓളിഗാർക്കി എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ പ്രഭുവർഗം, കുലീന വർഗം എന്നൊക്കെയാണ് ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ അത് ഇവർ കേൾക്കുമ്പോൾ അതെ ഞങ്ങൾ പ്രഭുക്കളാണ്, കുലീനരാണ്, ഞങ്ങൾ കുലീന വർഗമാണ് എന്ന് അവർ അഫേം ചെയ്യുള്ളൂ. പക്ഷേ ഓളിഗാർക്കി എന്നുള്ള വാക്ക് വന്നാൽ അവരത് ചെയ്യാറില്ല. അപ്പം എന്താണ് ഈ ഓളിഗാർക്കി? നമുക്ക് പലർക്കും അറിയാം, പക്ഷേ എല്ലാവരും ഒരേ ഒരു മീനിങ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്കത് വെച്ച് തുടങ്ങാം. ഓളിഗാർക്കി എന്നുള്ള വാക്ക് ഓളിഗോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ഓളിഗോസ് പ്ലസ് ആർക്കി. ഓളിഗോസ് എന്നുള്ള വാക്കെന്ന് വെച്ചാൽ കുറച്ച് സംഖ്യയിൽ കുറവ്, ക്വാണ്ടിറ്റിയിൽ കുറവ് ആയിട്ടുള്ളതാണ് ഓളിഗോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മോണോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു ഷുഗർ. ഇത് പ്രൊഫസർ വിജയകുമാർ എന്ന കെമിസ്ട്രി പ്രൊഫസർ, നമ്മുടെ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയിലെ ഒരു ലീഡറായ അദ്ദേഹം എന്നെ പഠിപ്പിച്ചതാണ്. ഓളിഗോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു ഷുഗർ, മോണോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു ഷുഗർ. പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ മെനി ഷുഗേഴ്സ്, മെനി സാക്കറൈഡ്സ്. ഓളിഗോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഫ്യൂ ഷുഗേഴ്സ്, ഫ്യൂ സാക്കറൈഡ്സ്. അതാണ് ഓളിഗോസാക്കറൈഡ് എന്ന് പറയുന്നത്. അതുപോലെ ഓളിഗോ ആർക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ ഭരണം, അതാണ് ഓളിഗാർക്കി. മിസ്റ്റർ സുദേശം രഘു പറഞ്ഞതുപോലെ 1930 അതിനു മുമ്പും, പക്ഷെ 30 ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടാക്കുന്ന ആ സമയത്ത് അതിന് പ്രിപ്പറേറ്ററി ആയിട്ടുള്ള ഡിസ്കഷൻസിൽ ലണ്ടനിലെ ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ അവിടെ സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു സ്പീച്ചിൽ പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിട്ടു പോകുമ്പോൾ അവിടെ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കി ആയിരിക്കും എന്ന് പറഞ്ഞു. ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഒരു ഓളിഗാർക്കി ആയിരിക്കും, കുറച്ച് ആൾക്കാരുടെ ഭരണമായിരിക്കും, അതൊരു ഡെമോക്രസി ആയിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വെറും 4 കമ്മ്യൂണിറ്റീസിന്റെ കയ്യിലാണ് ഈ ഇന്ത്യൻ യൂണിയന്റെ എല്ലാ താക്കോൽ പൊസിഷന്റെയും വളരെ ഒരു 90%, 99% ഈ 4 കമ്മ്യൂണിറ്റീസ് പെട്ട ആൾക്കാരുടെ കയ്യിലാണ്. കേരളത്തിലാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ സന്തതികളാണെന്ന് ഏകപക്ഷീയമായി അവകാശപ്പെടുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസ്, ഈ 3 കമ്മ്യൂണിറ്റീസാണ് ഈ എല്ലാ ടോപ്പ് പൊസിഷൻസും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ന് വരെ ഒരു ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല 1956 മുതൽ ഇന്ന് വരെ. അതുപോലെ ഒരു മലയാളി മുസ്ലിം ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ഈഴവനാണ് 56 മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്. അതുപോലെ DGP നോക്കിയാലും ഒരു മലയാളി മുസ്ലിം DGP ഒരു 25 ദിവസത്തേക്ക് മാത്രമേ 56 മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ പോലീസിൻ്റെ മേധാവി ആയിട്ടുള്ളൂ. 2 ഈഴവർ. ഈഴവരല്ലാത്ത ബാക്ക്വേർഡ് ക്ലാസ്, ഹിന്ദു ബാക്ക്വേർഡ് ക്ലാസ് നോക്കുകയാണെങ്കിൽ ഒരാൾ, നാടാർ കമ്മ്യൂണിറ്റിയിലെ ഒരാൾ. സുപ്രീം കോടതി ജഡ്ജസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജസിൽ 2 മുസ്ലിംസും 2 ഷെഡ്യൂൾ കാസ്റ്റും ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഈ ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസ് നിന്ന് മാത്രമാണ് എല്ലാ ജഡ്ജസും. ഇന്ന് വരെ ഒരു ഈഴവൻ ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജ് ആയിട്ടില്ല. 50 മുതൽ ഇന്ന് വരെ ഒരൊറ്റ ആൾ പോലും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അപ്പൊ ചെറിയ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിയിലിരിക്കുന്നത് ചെറിയ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്. അവർക്ക് യാതൊരു അവസരവും യാതൊരു ഷെയർ ഓഫ് പവറും കിട്ടിയിട്ടില്ല.
കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് 75 വർഷമായി. ഈ ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇപ്പം 77 വർഷമായി. അപ്പോൾ അങ്ങനെ 78 വർഷം ആകുന്നു. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് 75 വർഷം ആകാൻ പോകുന്നു. അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആയി എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഉള്ള വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. 75 വർഷം അടുത്ത വരുന്ന ജാനുവരിയിലാകും. അപ്പോൾ ഈ വലിയൊരു കാലയളവിൽ ഈ ഓളിഗാർക്കി അവരുടെ ഒരു 1000 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു അധികാരം കിട്ടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവരിങ്ങനെ ഈ ഡെമോക്രസിയെ അറ്റാക്ക് ചെയ്ത് അവരുടെ ഓളിഗാർക്കിയെ ഒരു ഓളിഗാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓളിഗാർക്കിക്കുള്ള ഏറ്റവും വലിയൊരു ത്രെറ്റ് ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ്. ഓളിഗാർക്കിയെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള എല്ലാവരും പറയുന്നത് ഈ ഓളിഗാർക്കി ഭരണം വന്നു കഴിഞ്ഞാൽ രാജ്യം നശിക്കും എന്ന് വെച്ചാൽ ഈ ഓളിഗാർക്കിയുടെ ഹിതത്തിലുള്ള നയങ്ങളും നിയമങ്ങളും മാത്രമേ രാജ്യത്തുണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ചുറ്റും തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പോലെ തന്നെ ഓളിഗാർക്കിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന കാരണം ഒരല്പം ഇലക്ടറൽ ഡെമോക്രസി ഉള്ളതുകൊണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളെ പോലെ കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ വക്കത്ത് നിൽക്കുകയാണ് നമ്മൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഡെമോക്രസി ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ ഡെമോക്രസി മാത്രമാണ്. ഇപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ ഈ ഓളിഗാർക്കി ആയിരിക്കും ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രതിവിധി അദ്ദേഹം വളരെ ശക്തമായി നമുക്ക് തന്നു. റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ മുന്നിൽ അത് അവതരിപ്പിച്ചു. ആ പ്രതിവിധിയാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, പ്രാതിനിധ്യ ജനാധിപത്യം, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അദ്ദേഹം പറഞ്ഞു എല്ലാ സമുദായങ്ങൾക്കും, ക്ലാസ് എന്നല്ല, റിലിജൻ എന്നല്ല, കമ്മ്യൂണിറ്റി എന്നാണ്, എല്ലാ കമ്മ്യൂണിറ്റീസിനും ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ഉണ്ടാകണം എന്നുള്ള ഡിമാൻഡ് അദ്ദേഹം വളരെ ശക്തമായി മുന്നോട്ട് വെച്ചു. നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ എത്തുമ്പോഴേ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ചുവടിൽ എടുക്കുകയുള്ളൂ. കാരണം എല്ലാ സമുദായങ്ങൾക്കും മതിയായ ആനുപാതികമായ പ്രാതിനിധ്യമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ എല്ലാവരുടെയും ഹിതത്തിലുള്ള ഒരു നയങ്ങളും നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് അല്ലെങ്കിൽ ഒരു ഈ ഓളിഗാർക്കിയുടെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിൽ നമ്മൾ എടുത്താൽ, ഞാൻ അതിനെക്കുറിച്ചൊരു മറ്റന്നാൾ ഹൈദരാബാദ്, അതാണ് എനിക്ക് വരാനൊക്കാത്തത്, ഞാൻ യാത്രയുടെ നടുവിലാണ്, സംസാരിക്കുകയാണ്. ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ പൂർണ്ണമായി നമ്മുടെ നമുക്ക് അംഗീകരിക്കാം, ഈ ഓളിഗാർക്കിയുടെ പുറത്ത് നിൽക്കുന്ന ഡെമോക്രാറ്റിക് ഫോഴ്സസിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ല. ഇത് ഒരു ഓളിഗാർക്കിയുടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ റിസർവേഷനെ കുറിച്ചാണെങ്കിലും കാസ്റ്റിനെ കുറിച്ചാണെങ്കിലും ഒരു പെർസ്പെക്റ്റീവാണ് നമുക്ക് കിട്ടുന്നത്. അത് കോൺഷ്യസ് ആയിട്ടല്ല, ഒരു പെർസ്പെക്റ്റീവാണ് ഡോമിനൻ്റ് ആയിട്ട് അതിൽ വരുന്നത്. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഈ സോഷ്യൽ ഇഷ്യൂസിൽ ആദ്യത്തെ കേസ് ചെമ്പകം ദൊരൈരാജൻ 1951 വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ളൊരു കേസായിരുന്നു. അതിൽ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കമ്മ്യൂണൽ റിസർവേഷൻ ഉണ്ടായിരുന്നു. അത് ഇന്ന് നമ്മുടെ സോഷ്യൽ റിസർവേഷൻ നമ്മൾ പറയുന്ന പോലെ ഓരോ കമ്മ്യൂണിറ്റീസിനും മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും, അപ്പോൾ 4-5 മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കോളേജുകളിൽ
വെറും ഒരു വലിയൊരു ബ്രാഹ്മിൻ ഡോമിനേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് സമയത്ത് ബ്രിട്ടീഷുകാർ ഓരോ കമ്മ്യൂണിറ്റിക്കും ഒരു കോട്ട കൊടുത്തിട്ട്, സീറ്റിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കൊടുത്തിട്ട്, ബ്രാഹ്മിൻസിനും കൊടുത്തു, പക്ഷെ അത് ചെറിയൊരു നമ്പറാണ്. ബാക്കി നോൺ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റീസിനും എല്ലാ കമ്മ്യൂണിറ്റീസിനും റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട് അവരൊരു ചാർട്ട് ഉണ്ടാക്കി അത് നടപ്പിലാക്കുകയായിരുന്നു. ഇത് ഈ സ്വാതന്ത്ര്യം കഴിഞ്ഞ ഉടനെ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ഉടനെ 1950 ഇതിനെ ചാലഞ്ച് ചെയ്തിട്ട് ബ്രാഹ്മിൻ സ്റ്റുഡൻസ് ഇതിനെ ചാലഞ്ച് ചെയ്തു. അത് ചെമ്പകം ദൊരൈരാജൻ ആക്ച്വലി അഡ്മിഷൻ പോലും കിട്ടിയില്ല, അപ്ലൈ പോലും ചെയ്തില്ല. പക്ഷെ എനിക്ക് എലിജിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസ് അനുസരിച്ച് മദ്രാസ് ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ആ കമ്മ്യൂണൽ ജിഒ എന്ന് പറഞ്ഞിട്ട് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു സ്കീമാണ്. അത് തുടരുകയായിരുന്നു. 1947 കഴിഞ്ഞിട്ട് തുടരുകയായിരുന്നു. ആ തുടർച്ചയുടെ ഭാഗമായി ഒരു ജിഒ ഇഷ്യൂ ചെയ്തു. ആ ജിഒനെ ഇവർ ചാലഞ്ച് ചെയ്തു. അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് ആർട്ടിക്കിൾ 29(2) അനുസരിച്ച് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ നെയിം ഓഫ് കാസ്റ്റ് പാടില്ല എന്നുള്ള ഒരു ആർട്ടിക്കിൾ 29(2) പ്രൊവിഷൻ അനുസരിച്ചാണ് സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത് ഈ ഭരണഘടന ഈ ഓളിഗാർക്കി കണ്ടത് അവരെ സ്വയം അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ കണ്ടത്. അതായത് ഈ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോൾ ഈ ഹൈക്കോർട്ട് ഉണ്ടായിരുന്നു, ഫെഡറൽ കോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇതിനെ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ ഒരു പ്രൊവിഷൻ അതിൽ 1935 ആക്ടിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോൾ സാമൂഹിക നീതിക്ക് വേണ്ടി അബ്രാഹ്മണർക്ക് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും സ്ത്രീകൾക്കും റിസർവേഷൻ ബ്രിട്ടീഷുകാരുണ്ടാക്കി. അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ ഒരു പ്രൊവിഷൻ 1935 ആക്ടിലോ നിയമത്തിലോ ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിനെ ചാലഞ്ച് ചെയ്യാൻ അവർക്ക് ഒത്തില്ല, ബ്രാഹ്മണർക്ക് ഒത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഓർ റിലിജൻ എന്ന് പറയുന്നു. അത് അവിടെ വന്നത് ബാബാ സാഹേബ് അംബേദ്കറിനെ പോലെ ആൾക്കാർ ഈ ഓളിഗാർക്കിയെ പ്രൊട്ടക്ട് ചെയ്യാനല്ല, ഈ അവസരം കിട്ടാത്ത, റെപ്രസെൻറ്റേഷൻ കിട്ടാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 15-ലും 29-ലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചത്. പക്ഷെ അതിന് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? ഇവിടുത്തെ ബ്രാഹ്മണരാണ്. ഞങ്ങളുടെ എതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബ്രാഹ്മണർ കേസ് ഫയൽ ചെയ്തു. അതേ ബ്രാഹ്മിൻ ജഡ്ജസ് അല്ലെങ്കിൽ ഓളിഗാർക്കി ജഡ്ജസ് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ കാണാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഉപയോഗിക്കുന്നത് അതിന് നേരെ അതിനെ ടേൺ ഇറ്റ് ഓൺ ഇറ്റ്സ് ഹെഡ്. ആൻഡ് അവർ ഉപയോഗിക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം. അപ്പോൾ അവർക്ക് ഈ കമ്മ്യൂണൽ ഓർഡറിനെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ചാലഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്, നമ്മുടെ ബാബാ സാഹേബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷന് ഇക്വാളിറ്റി, നോ ഡിസ്ക്രിമിനേഷൻ ഉള്ള നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസിനെ ദുരുപയോഗപ്പെടുത്തി ദുർവ്യാഖ്യാനിച്ച് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ആ കഥ ഇന്നും തുടരുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാനുള്ള പോയിന്റ്, ആദ്യത്തെ ഡോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് ഈ ഓളിഗാർക്കിയിൽ നിന്നാണ്. ഓളിഗാർക്കിയാണ് നമ്മൾ ഭരിക്കുന്നത്. ആ ഓളിഗാർക്കിയുടെ ഭരണത്തിന് വലിയ കോൺസിക്വൻസസ് ഉണ്ട്. അതായത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ബെനിഫിറ്റിലുള്ള ചെമ്പകം ദൊരൈരാജൻ നമ്മൾ കണ്ടതുപോലെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലിജൻ ആൻഡ് കാസ്റ്റ് പാടില്ല എന്ന് മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാക്കിയ പ്രൊവിഷൻ പോലും അവരുപയോഗിച്ച് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ റിസർവേഷൻ കുറേ ഡിലേ കഴിഞ്ഞിട്ട് അവസാനം റിസർവേഷൻ OBCക്ക് കൊണ്ടുവന്നു. ആദ്യം SC/STക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വാസ്തവത്തിൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിഷ്യൽ സ്റ്റേജസിൽ 49 വരെ പാർട്ടീഷൻ ഉണ്ടാവുന്നത് വരെ മുസ്ലിംസിനും ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും റിസർവേഷൻ കൊടുക്കും എന്ന് മുസ്ലിംസിനും SC/ST ഇതായിരുന്നു രണ്ട് ഏറ്റവും വലിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. രണ്ട് കമ്മ്യൂണിറ്റീസിനും റിസർവേഷൻ സ്പെസിഫിക്കലി കൊടുക്കുമെന്ന് അഗ്രി ചെയ്തിരുന്ന. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൈനോറിറ്റീസ് അതിൽ നിന്നും ഒഴിവാക്കി
1949 അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ നമ്മൾ ഈ കാണുന്നത് ഈ പ്രൊവിഷൻസിനെ ഉപയോഗിച്ച് ഈ ഓളിഗാർക്കിയെ ശക്തിപ്പെടുത്തുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയുമാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ 75 വർഷത്തിൽ. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അതിൻ്റെ പ്രതിവിധി ഉപയോഗിച്ചിട്ടില്ല. പ്രതിവിധി എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. ഡോക്ടർ അംബേദ്കർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് അതിൻ്റെ പ്രതിവിധി. അപ്പോൾ ഈ ഓളിഗാർക്കി എന്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? എന്താണ് ഈ ഓളിഗാർക്കി? അപ്പോൾ അത് നമ്മൾ നോക്കിയത് ഒരു കാസ്റ്റ് ഓളിഗാർക്കിയാണ്. എന്താണ് കാസ്റ്റ്? ഈ കാസ്റ്റ് എന്താണെന്ന് ഒരു ക്ലിയർ ഡെഫിനേഷൻ ഇന്ന് പോലും ഇല്ല. 1932 പ്രൊഫസർ GS ഗുരിയെ, ഒരു ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി എന്നാണ് പറയുന്നത്, അദ്ദേഹം തന്നെ എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്ക് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്നുള്ള ബുക്കിൽ അദ്ദേഹം പറയുന്നു കാസ്റ്റിന് ഒരു ജനറൽ ഡെഫിനിഷൻ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ കാസ്റ്റ് ഒരു സിസ്റ്റം ഓഫ് ജനറൽ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയാണ്. പക്ഷെ അതിനൊരു പ്രിസൈസ് ഡെഫിനിഷൻ, ക്ലിയർ ഡെഫിനിഷൻ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ജാതിക്കുള്ള വാക്കിനില്ല, വർണ്ണത്തിനുള്ള വാക്കിനില്ല, കാസ്റ്റിനുള്ള വാക്കിനില്ല എന്ന് അവർ പറയുന്നു. ഡോക്ടർ ഗുരിയെ പറയുന്നു. അത് തന്നെ ഈ 2019 വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് എഴുതി, അദ്ദേഹം മരിച്ചുപോയി, അനിക്കേത് ജാവാരെ എന്ന് പറഞ്ഞ പ്രാക്ടീസിങ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് 2019. അദ്ദേഹം അതിൽ പറയുന്നു, ഞാൻ അതൊന്ന് രണ്ട് വാക്ക് വായിക്കാം. വളരെ നന്നായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതെന്നാണ് 2018 തോന്നുന്നു മരിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഐ എം റീഡിങ്, such a promiscuous word caste is used in so many ways and brings so many references, and it delivers after some yielding and coaxing so many meanings. Caste does not remain faithful, pure, chaste to itself ever. It is clear that no caste is celibate. ഞാൻ പറഞ്ഞു വന്നത്, ബാബാ സാഹേബ് അംബേദ്കറിന് ഇതിന്റെ ഡെഫിനേഷനിൽ ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കാസ്റ്റ് ഇസ് ഗ്രേഡഡ് ഇൻ എ സിസ്റ്റം ഓഫ് ഗ്രേഡഡ് ഇനിക്വാളിറ്റി എന്ന് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ബാക്കി ആർക്കും കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഇവർക്ക് ഇതുവരെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്താണ് കാസ്റ്റ് എന്നുള്ളത്. നമുക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കാസ്റ്റിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിസ്റ്റം ഓഫ് റെഗുലേറ്റിംഗ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. ഇത് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈസ് എ സിസ്റ്റം ഓഫ് റെഗുലേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഇതിൽ വലിയൊരു ഇത് നമ്മളെ എല്ലാവരും എഫക്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കാസ്റ്റ്. ഇതൊരു ഹിന്ദുയിസത്തിന്റെ ഭാഗമാണ്, ഹിന്ദുക്കളുടെ പ്രോബ്ലമാണ് നമ്മൾ വിചാരിക്കരുത്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സൊസൈറ്റിയിലും സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. എല്ലാ സൊസൈറ്റിയിലും ആ സോഷ്യൽ ഗ്രൂപ്പ്സിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഫ്രെയിംവർക്ക്സ് ഉണ്ട്. പക്ഷെ അതിന് ഒരു യുണീക്ക് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് കാസ്റ്റ്, ടു റെഗുലേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. അതാണ് കാസ്റ്റ്. അതെന്താണ് യുണീക്ക് ആയിട്ടുള്ളത്? ഒന്ന്, ഈ സിസ്റ്റം എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഇന്റർ റിലേഷൻഷിപ്പ്. ഇത് വെറും ഒരു വെർട്ടിക്കലായിട്ടുള്ള ടോപ്പ് ഡൗൺ റിലേഷൻഷിപ്പ് മാത്രമല്ല. ഉദാഹരണത്തിന് അയ്യരും അയ്യങ്കാരുടെയും റിലേഷൻഷിപ്പ് എന്തായിരിക്കണം എന്ന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പൂതിരിയും പണ്ഡിത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹയറാർക്കിക്കൽ ഓർഡറിൽ എവിടെയായാലും ഏത് സോഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിലും മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പിനെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സോഷ്യൽ റിലേഷൻഷിപ്പും പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റിലേഷൻഷിപ്പ് എന്തായിരിക്കണം എന്ന് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ്. അതിൽ ഈ മറ്റ് റിലിജൻസിൽ പെട്ടവരുടെ ഉള്ളിൽ ആ നിയന്ത്രണമില്ലെങ്കിലും ആ ഗ്രൂപ്പ്സും ഇന്ത്യയിലുള്ള മറ്റ് ഗ്രൂപ്പ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത് കാസ്റ്റ് സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ, ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ആൻഡ് അതർ കമ്മ്യൂണിറ്റീസ്,
അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഭരണഘടന ആയിരിക്കണം, പക്ഷെ ഇന്ന് ഭരണഘടനയല്ല, കാസ്റ്റ് സിസ്റ്റമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. Because caste is a system of regulating the relationships of all social groups with each other. അതിന്റെ ഒരു യുണീക് ഫാക്ടർ ഇതാണ്, ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഒരു എക്സംഷനും ഇല്ല. All aspects are regulated, social, economic and political. എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ, വെജിറ്റേറിയൻ ആകാമോ, നോൺ വെജിറ്റേറിയൻ കഴിക്കാമോ, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് കാസ്റ്റ് ആണ്. ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഇസ് സിംപ്ലി ദ മെറ്റഫിസിക്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം, ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം ഇസ് നോട്ട് ദി പാർട്ട് ഓഫ് ഈ ഹിന്ദുയിസം അല്ല. കാസ്റ്റ് സിസ്റ്റത്തിന് പല ഡയമെൻഷൻസും ഉണ്ട്. അതിന്റെ ഒരു ഡയമെൻഷനാണ് ഈ ബ്രാഹ്മണിസം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ബേസിക്കലി ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് റെഗുലേറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ. ഇതിന്റെ പേർപ്പസ് എന്താണ്? ഒരു 5-6 കമ്മ്യൂണിറ്റീസിന്റെ ഒരു ഓളിഗാർക്കി ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ടിയാണ് ഈ റെഗുലേഷൻ നടക്കുന്നത്, അവരുടെ പവർ പോകാതിരിക്കാൻ. അപ്പൊ കാസ്റ്റ് ഒരു ഓളിഗാർക്കിയാണ്. ആക്ച്വലി കാസ്റ്റ് ഈസ് ഓളിഗാർക്കി, എല്ലാവരെയും എഫക്ട് ചെയ്യുന്ന ഓളിഗാർക്കിയാണ്, എല്ലാ റിലേഷൻഷിപ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ആസ്പെക്ട് ഇസ് കാസ്റ്റ് ആക്ച്വലി സോഷ്യൽ റിലേഷൻഷിപ്സ് നടക്കുന്നത് ഗ്രൂപ്പ്സ് തമ്മിലല്ല, മനുഷ്യർ തമ്മിലാണ്, വ്യക്തികൾ തമ്മിലാണ്. വ്യക്തികൾ ഗ്രൂപ്പിൽ പെടുന്നു. ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇമാജിനേഷനാണ്. പക്ഷെ ആക്ച്വൽ ഇന്ററാക്ഷൻ ഇപ്പൊ നമ്മൾ ഉണ്ടാകുന്നത്, നമ്മളെല്ലാം വ്യക്തികളാണ്, മനുഷ്യരാണ്, നമ്മൾ തമ്മിലാണ് ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത്, ഗ്രൂപ്പായിട്ടല്ല. പക്ഷെ ഈ കാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ വ്യക്തിപരമായിട്ടുള്ള ഇന്റർവെൻഷൻസിനെ ഇല്ലാതാക്കിയിട്ട് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഇന്റർവെൻഷൻസ് ക്യാൻ ഓൺലി ബി ഡൺ ബേസ്ഡ് ഓൺ ദി ഗ്രൂപ്പ് ഐഡന്റിറ്റി വി ഹാവ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ റെഗുലേറ്ററി സിസ്റ്റം ഉണ്ടാക്കുന്നത്. അതായത് ഇന്ന് പോലും എന്റെ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാതെ ഈ ഇന്ത്യയിൽ പലർക്കും ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ത് ഭാഷ ഉപയോഗിക്കണം, എന്ത് പറയാം, എന്ത് പറഞ്ഞു, എന്റെ റൈറ്റ്സ് എന്താണ്, എന്റെ സ്റ്റേറ്റസ് എന്താണ്, എന്റെ പൊസിഷൻ ഇൻ സൊസൈറ്റി എന്താണ് എന്ന് അറിയണമെങ്കിൽ എന്റെ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് അറിയണം. അപ്പൊ ഒരു പാതിരാത്രി ഒരു സ്ട്രീറ്റിൽ 2 ആളുകൾ മീറ്റ് ചെയ്താലും ഇന്ത്യയിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയാതെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാൻ നോക്കില്ല. ഭാഷ, ഞാൻ പറഞ്ഞ പോലെ ലാംഗ്വേജ് ആയാലും എല്ലാ ആസ്പെക്റ്റിലും ആ ഗ്രൂപ്പ് ഐഡന്റിറ്റിയിൽ കൂടെ മാത്രമേ വ്യക്തികൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുള്ളൂ. അപ്പൊ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കുകയാണ് കംപ്ലീറ്റ്ലി ഈ കാസ്റ്റ് ഇന്ത്യയിൽ. ആ മെമ്പർഷിപ്പ് ഇൻ ഗ്രൂപ്പിൽ കൂടെ മാത്രമേ വ്യക്തിക്ക് ഒരു പൊസിഷൻ ഉള്ളൂ സൊസൈറ്റിയിൽ. ആ പൊസിഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പിന്റെ അധികാരങ്ങൾ കൺട്രോൾ ചെയ്താൽ മതി. ആ ഗ്രൂപ്പിന്റെ അധികാരങ്ങൾ കൺട്രോൾ ചെയ്താൽ അപ്പൊ കുറച്ച് ഗ്രൂപ്പ്സിന് ഒരു ഓളിഗാർക്കി ആയിരിക്കാൻ നോക്കും. അപ്പൊ ഇതിന്റെ എതിരെ വരുന്നത് ഡെമോക്രസിയാണ്. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 25 നോക്കുക, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. വ്യക്തികൾക്കാണ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലിജൻ കൊടുക്കുന്നത് വ്യക്തികൾക്കാണ്, ഗ്രൂപ്പിനല്ല. ഗ്രൂപ്പിന് വളരെ ലിമിറ്റഡ് റൈറ്റ്സേ ഉള്ളൂ, 26. അപ്പൊ ഇതേ ഓളിഗാർക്കി തന്നെ ഇപ്പൊ ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു 9 ജഡ്ജ് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ 26 റൈറ്റ്സ് എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. അപ്പൊ ഈ ഇൻഡിവിജ്വലിനുള്ള റൈറ്റ്സ് എടുത്ത് ഓൾറെഡി സുപ്രീം കോടതി ഗ്രൂപ്പ്സിന് കൊടുത്തു കഴിഞ്ഞു. ത്രൂ ഗ്രൂപ്പ് അവര് ദേ ക്യാൻ യൂസ് ദർ ഇൻഡിവിജ്വൽ റൈറ്റ് ടു റിലിജൻ ഫോർ ഗ്രൂപ്പ് എന്നാക്കി കഴിഞ്ഞു, ഗ്രൂപ്പ് റൈറ്റ്സിലാക്കി കഴിഞ്ഞു. ആൻഡ് അടുത്ത സ്റ്റെപ്പ് ഈ ഗ്രൂപ്പ് റൈറ്റ്സ് വന്നിട്ട് ഈ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ മറ്റ് റിലിജൻസിലാണെങ്കിലും ഇപ്പൊ ഇബ്രാഹിമിക് റിലിജൻസിലാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഈ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു ദൈവത്തിന്റെ പുത്രന്മാരായി അല്ലെങ്കിൽ പുത്രികളായി റെക്കഗ്നൈസ് ചെയ്യുന്നത് വ്യക്തികളെയാണ്. ആ ബിലീഫിലുള്ള ആൾക്കാർ ഗ്രൂപ്പ്സ് ആവുന്നേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ദ റിലേഷൻഷിപ്പ് ഇസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗോഡ്. ആ ഇൻഡിവിജ്വലിന്റെ പൊസിഷൻ ഇല്ലാതാക്കി ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പിലൂടെ മാത്രം സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഒരു ഓളിഗാർക്കിയാണ്. അപ്പൊ അതിനെ അപ്പൊ ഓളിഗാർക്കി എന്താണെന്നാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓളിഗാർക്കി എന്ന് വെച്ചാൽ റൂൾ ബൈ എ ഫ്യൂ പീപ്പിൾ. ആ ഫ്യൂ പീപ്പിൾ ഇന്ത്യയിൽ ആരാണ്? ഫ്യൂ കാസ്റ്റ്സ് ആണ്.
ആ ഫ്യൂ കാസ്റ്റിന്റെ ഒരു ഹിന്ദു പ്രോബ്ലമാണോ? അല്ല. കാരണം എന്താണ്, ഈ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് ഒരു ക്ലിയർ ഡെഫിനിഷൻ ഇല്ല. പക്ഷെ നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റം ഒരു സിസ്റ്റം ഓഫ് നോട്ട് ക്രിയേറ്റിംഗ് ഗ്രൂപ്പ്സ്, not organizing groups, but regulating the relationship between all groups. ഇത് വേറെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ട് ഇൻഡിവിജ്വലിസത്തിനെ ഡിസ്ട്രോയ് ചെയ്ത് ഈ ഒരു വളരെ കുറച്ച് ചുരുക്കം നമ്പർ ഗ്രൂപ്പിന് എല്ലാ അധികാരവും കയ്യിൽ കൊടുക്കുന്ന വേറൊരു സമ്പ്രദായം ഈ ലോകത്ത് എവിടെയും ഇല്ല. അപ്പൊ നമ്മൾ ഈ ഓളിഗാർക്കി എന്ന് പറയുമ്പോൾ കാസ്റ്റ് സിസ്റ്റമാണ് ഓളിഗാർക്കിയാണ് കാസ്റ്റ് സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ ആക്കണമെന്ന് നമ്മൾ പറയുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോയാൽ ഇതിന്റെ പ്രതിവിധി എന്താണ് എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു. ആ പ്രതിവിധിയാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് ഞാൻ പറഞ്ഞു. പ്രാതിനിധ്യം എല്ലാ കമ്മ്യൂണിറ്റീസ് എന്നാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത്. ക്ലാസ് എന്നല്ല, കാസ്റ്റ് എന്നല്ല, ഓൾ കമ്മ്യൂണിറ്റീസ് 1930 ഡോക്ടർ അംബേദ്കർ പറഞ്ഞു. അതിനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു കോംപ്രമൈസ് ആയി, അത് ക്ലാസ് എന്നായി. പക്ഷെ ക്ലാസ്, എനി സോഷ്യൽ ഗ്രൂപ്പ് ഇസ് എ ക്ലാസ് എന്നുള്ള വാക്കും കമ്മ്യൂണിറ്റി എന്നുള്ള വാക്കും ഈ കോണ്ടെക്സ്റ്റിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ എന്നാലും ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് ആണ്. അത് ഭരണകൂടത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഓളിഗാർക്കി ക്ഷണത്തിൽ ഇല്ലാതാവും, ഡിസ്മാന്റിൽ ചെയ്യപ്പെടും. അതിനൊരു ഉപകരണം മാത്രമാണ് റിസർവേഷൻ. റിസർവേഷൻ ഇസ് എ ടൂൾ ഫോർ റെപ്രസെന്റേഷൻ. ഇത് ഒരു പെർമനന്റ് ടൂൾ ആയിട്ടാണ് ഡോക്ടർ അംബേദ്കർ കണ്ടത്. പെർമനന്റ് ടൂൾ ആയിട്ടാണ്, ഒരു ടെമ്പററി ടൂൾ ആയിട്ടല്ല. അദ്ദേഹം റിസർവേഷൻ എന്നുള്ള വാക്കല്ലേ ഉപയോഗിച്ചത്. റിസർവേഷൻ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ചാതുർവർണ്ണ കോൺസെപ്റ്റ് ആണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് regulation of recruitment into public employment so as to ensure due and adequate representation of all communities എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റെഗുലേഷൻ ഓഫ് റിക്രൂട്ട്മെന്റ്, കണ്ടിന്യൂസ് റെഗുലേഷൻ ഓഫ് റിക്രൂട്ട്മെന്റ്. പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഈ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഈ പല കമ്മ്യൂണിറ്റീസിനും ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. ശരി, അടുത്ത കുറെ ചീഫ് സെക്രട്ടറീസ് നമുക്ക് ആ പ്രാതിനിധ്യം കിട്ടാത്ത കമ്മ്യൂണിറ്റീസ് തന്നെ എടുക്കണം. അമിത പ്രാതിനിധ്യമുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്നും നമ്മൾ തൽക്കാലം കുറയ്ക്കണം എന്ന് പറയുന്ന ആ റെഗുലേഷനെയാണ് അംബേദ്കർ വേണമെന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ അതിനെയാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ നിരീക്ഷിക്കേണ്ടത് പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ എന്നാണ്. അതിനെ നമ്മൾ നിരീക്ഷിക്കണം. അതിനു വേണ്ടി ആ നിരീക്ഷണത്തിന് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, എല്ലാവരുടെയും ജനസംഖ്യ എന്താണെന്ന് നമുക്കറിയാം. എല്ലാ കമ്മ്യൂണിറ്റീസിന്റെയും ജനസംഖ്യ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയണം. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ഈ ജനസംഖ്യ കണക്കുകൾ എടുക്കാൻ രണ്ട് വിധത്തിലുള്ള മെത്തഡോളജിയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. 51 കഴിഞ്ഞിട്ട് 51 വരെ എല്ലാ സമുദായങ്ങളുടെയും മതങ്ങളുടെയും രാജ്യത്തിന്റെയും ജനസംഖ്യ കണക്ക് കൂട്ടുന്നത് 100% തലയെണ്ണലിലൂടെയാണ്. അത് സെൻസസ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡാണ്. 100% തലയെണ്ണലിന്റെ മെത്തേഡിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. പക്ഷെ അത് 51 സെൻസസ് മുതൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അത് ആ 100% തലയെണ്ണൽ മതങ്ങൾക്കും ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും മാത്രം ചുരുക്കിയിട്ട് ബാക്കി സമുദായങ്ങളുടെ ജനസംഖ്യ കണക്ക് അവർ കൂട്ടുന്നു. പക്ഷെ കൂട്ടുന്നത് ഒരു വ്യാജ സമ്പ്രദായത്തിൽ കൂടെയാണ്. എന്താണ് ആ വ്യാജ സമ്പ്രദായം? അത് ഈ ആവറേജ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഹോൾ സ്റ്റേറ്റ്, കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ ഗ്രോത്ത് റേറ്റ് എടുത്തിട്ട് ആ ഗ്രോത്ത് റേറ്റിന്റെ ബേസിസിൽ 1931-ലും 21-ലും നടന്ന ബ്രിട്ടീഷുകാർ നടത്തിയ സെൻസസിൽ ഓരോ കമ്മ്യൂണിറ്റിക്ക് എത്രയായിരുന്നു എന്ന് വെച്ചാൽ ആ ഗ്രോത്ത് റേറ്റ് അതിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇന്ന് എത്ര ആ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈഴവ കമ്മ്യൂണിറ്റിക്ക് 21-ലും 31-ലും ഒക്കെ 21% ആയിരുന്നു അവരുടെ പോപ്പുലേഷൻ. കേരളത്തിന്റെ ആവറേജ് ഗ്രോത്ത് റേറ്റ് അത് കഴിഞ്ഞിട്ട് 93 വർഷമായി ഈഴവയുടെ സെൻസസ് നടന്നിട്ടില്ല, തല എണ്ണിയിട്ടില്ല. ആർക്കും അറിയില്ല എത്ര ഈഴവർ ഇന്നുണ്ടെന്ന്. 93 വർഷമായി കണക്കെടുത്തിട്ടില്ല. പിന്നെ 21% ഇന്ന് ഈഴവരുള്ളതെന്ന് എങ്ങനെ നമ്മൾ പറയുന്നു? എങ്ങനെ സർക്കാർ ഡോക്യുമെന്റ്സിൽ പറയുന്നു? അത്
കേരളത്തിന്റെ കഴിഞ്ഞ 100 വർഷത്തിലുള്ള ആവറേജ് ഗ്രോത്ത് റേറ്റ് എടുത്തിട്ട് ആ ആവറേജ് ഗ്രോത്ത് റേറ്റ് 1921 ഈഴവ പ്രൊപ്പോർഷനിലെ പോപ്പുലേഷൻ ഷെയർ അപ്ലൈ ചെയ്തിട്ട് പറയാണ് ഇന്നും 21% പറയുന്നു. 100 വർഷമായി ആ ശതമാനം മാറുന്നില്ല. എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് വെച്ചാൽ കണക്കെടുക്കുന്നില്ല, ആവറേജ് ഗ്രോത്ത് റേറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് ഈഴവരുടെ നമ്പർ മുസ്ലിംസിനെക്കാളും കൂടുതലായിരുന്നു. ഇന്ന് അത് എങ്ങനെ, ഇന്ന് മുസ്ലിംസ് 26% ഇന്ന് എങ്ങനെ ഈഴവർ അതിനേക്കാളും കുറവായി എന്ന് എങ്കിൽ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ ഈഴവർക്ക് ഒരു മാർഗമില്ല. അറിയില്ല നമ്മൾ ഈഴവ പോപ്പുലേഷൻ കുറയുകയാണോ, കുറഞ്ഞു പോവുകയാണോ, ഇത്ര അലാമിംഗ് റേറ്റിൽ കുറയുകയാണോ, എത്രയാണോ, നമുക്കൊരു വിവരവും ഇല്ല. ആവറേജ് ഗ്രോത്ത് റേറ്റ് വെച്ചാണ് പറയുന്നത്. 25 സ്റ്റേറ്റിന്റെ ആവറേജ് ഗ്രോത്ത് റേറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഈഴവരായാലും എഴുത്തച്ഛന്മാരായാലും ധീവരന്മാരായാലും എല്ലാവരുടെയും പോപ്പുലേഷൻ പറയുന്നത്. വെറും ഈ ആവറേജ് ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് വ്യാജമായിട്ടുള്ള കണക്ക് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഈ സെൻസസ് വേണം എന്നുള്ളത് നമ്മുടെ ഡിമാൻഡ് എന്താണ്? നമ്മൾ പറയുന്നത് ഈ 100% തലയെണ്ണൽ ഉപയോഗിച്ച് എല്ലാ സമുദായങ്ങളുടെയും കണക്കെടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നുകിൽ ആരുടെ എടുക്കരുത്, ഇന്ത്യയുടെ പോപ്പുലേഷൻ എണ്ണരുത്, റിലിജന്റെ പോപ്പുലേഷൻ എണ്ണരുത്, SC/ST പോപ്പുലേഷൻ എണ്ണരുത്. ആരുടെയെങ്കിലും പോപ്പുലേഷൻ എണ്ണുകയാണെങ്കിൽ എല്ലാവരുടെയും സെയിം മെത്തഡോളജി ഉപയോഗിച്ചിടണം. അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ ബേസിസ് ഇല്ല. അപ്പൊ നമ്മൾ ഈ സെൻസസ് വേണമെന്ന് പറയുന്നത് ഈ സോക്കോൾ ജാതികളുടെ കണക്കെടുക്കാൻ ആദ്യമായി നമ്മൾ തുടങ്ങണം എന്ന് പറഞ്ഞ് രാജ്യത്തിന് വിഭജിക്കണം എന്നുള്ളതല്ല. ആക്ച്വലി എല്ലാ സമുദായങ്ങളുടെയും കണക്ക് എടുക്കുന്നുണ്ട്. എല്ലാ സമുദായങ്ങളുടെയും കണക്ക് ഓൾറെഡി ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഈ 3% OBC എന്ന് പറഞ്ഞിട്ട് 100 കമ്മ്യൂണിറ്റീസിന് 2% ജനസംഖ്യയുടെ 2% കുറവാണെന്ന് പറഞ്ഞിട്ട് 100 കമ്മ്യൂണിറ്റീസിന് 3% ഉള്ള ഒരു ഗ്രൂപ്പിൽ ഇടുന്നത്. അവരുടെ ജനസംഖ്യയുടെ ഒരു കണക്ക് സർക്കാരിനുള്ളത് കൊണ്ടാണ്. ആ കണക്കനുസരിച്ച് നിങ്ങളുടെ പോപ്പുലേഷൻ 2% കുറവാണെന്ന് നമ്മൾ പറയാണ്. പക്ഷെ അത് എന്ത് ബേസിസിൽ പറയുന്നു? 1921-31 എടുത്ത ബ്രിട്ടീഷുകാരെടുത്ത ആ സെൻസസിൽ ജനറൽ കേരള ഗ്രോത്ത് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞിട്ട് അവർക്ക് റിസർവേഷൻ 0.003% റിസർവേഷൻ ആണ് ഓരോ കമ്മ്യൂണിറ്റിക്കും ഉദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിമാൻഡ് എന്താണ്? 100% തലയെണ്ണൽ ഉപയോഗിച്ച് എല്ലാവരുടെയും നമുക്ക് പോപ്പുലേഷൻ കണക്കെടുക്കണം എന്നുള്ള ഡിമാൻഡാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ റിസർവേഷൻ ഒരു ടൂള് മാത്രമാണ്. നമുക്ക് വേണ്ടത്, ഞാൻ സുപ്രീം കോർട്ടിൽ വാദിച്ചപ്പോൾ സുപ്രീം കോർട്ടിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു റിസർവേഷൻ അല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാത്തർ പറഞ്ഞ ഐഡിയ ആണ്. നമുക്ക് റിസർവേഷൻ വേണ്ട. റിസർവേഷനെക്കാളും നല്ലൊരു ഉപകരണം നമുക്ക് വേണ്ടത് പ്രാതിനിധ്യമാണ്. പ്രാതിനിധ്യത്തിന് റിസർവേഷനെക്കാളും നല്ലൊരു ടൂള് കിട്ടുകയാണെങ്കിൽ നമ്മൾ റിസർവേഷൻ എടുത്ത് അറബിക്കടലിൽ കളയും. പക്ഷെ നമുക്ക് വേണ്ടത് പ്രാതിനിധ്യമാണ്, നമ്മുടെ ഡ്യൂ ഷെയർ ആണ്, നമ്മുടെ വോയിസ് ആണ്. ഈ രാജ്യത്തിന്റെ നയങ്ങളും നിയമങ്ങളും തീരുമാനിക്കുമ്പോൾ എല്ലാവർക്കും, ഈ സവർണർ ഉൾപ്പെടെ എല്ലാ സമുദായങ്ങൾക്കും ഒരു വോയിസ് വേണം, ഒരു ഡ്യൂ ഷെയർ വേണം. അതാണ് ബാബാ സാഹബ് പറഞ്ഞത്, അതാണ് നമ്മുടെ ഡിമാൻഡ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഓളിഗാർക്കി എന്താണെന്നുള്ള ഡോട്ടും ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയും തമ്മിലുള്ള വ്യത്യാസം. റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി എന്നുള്ള ഡോട്ടും അതിന് ഉള്ള ഉപകരണങ്ങളായ റിസർവേഷൻ സെൻസസ്, ഈ ഡോട്ടുകൾ നമ്മൾ എപ്പോഴും ബന്ധപ്പെടുത്തണം. ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മൾ പോരാടുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് വേണ്ടിയാണ്, ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് വേണ്ടിയാണ്. എല്ലാ സമുദായങ്ങൾക്കും ന്യായം കിട്ടണം, ന്യായം വേണം എന്നുള്ളൊരു വിഷനാണ് ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളുടെ വ്യക്തികളുടെ റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ സ്വതന്ത്രമായി ഡെവലപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കി എല്ലാ വ്യക്തികളുടെ വ്യക്തിബന്ധങ്ങൾ ഗ്രൂപ്പ് അംഗത്വത്തിന്റെ ബേസിസിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും ആ ഗ്രൂപ്പിന്റെ
സ്റ്റേറ്റസും അധികാരങ്ങളും റൈറ്റ്സും, എന്ത് ബന്ധങ്ങൾ വെക്കാം, എന്ത് ബന്ധങ്ങൾ പാടില്ല എന്ന് നിയന്ത്രിക്കുന്ന അധികാരം ഒരു ഓളിഗാർക്കിയുടെ കയ്യിലും കൊടുക്കുന്ന കാസ്റ്റ് സിസ്റ്റത്തിന്, ഒരു ഓളിഗാർക്കിക് ആയ കാസ്റ്റ് സിസ്റ്റത്തിന്റെ, ഓളിഗാർക്കിക് സിസ്റ്റം ആയ കാസ്റ്റ് സിസ്റ്റത്തിനെ നമ്മൾ ഇല്ലാതാക്കണം, അനൈഹിലേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ നിർത്തട്ടെ, 25 മിനിറ്റേ ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം. കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ട്. നമുക്കൊരു 45 വരെ പോകാം, കാരണം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വളരെ ഹൃദ്യമായിട്ട് സാർ അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ ഇത്രയും ദൂരത്ത് നിന്നുള്ള ഞങ്ങളോട് സംവദിക്കാൻ താല്പര്യം കാണിച്ചുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് സാറേ. പിന്നെ നമുക്ക് സാർ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നില്ല എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തോടാണ് എൻ്റെ ഒരു ചോദ്യം. പാർട്ടീഷന് ശേഷം, പാർട്ടീഷന് മുമ്പേ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ആഡിക്വേറ്റ് ആയിട്ട് റിസർവേഷനിലൂടെ ഉണ്ടായിരുന്നു ലെജിസ്ലേച്ചർ. പക്ഷേ എവിടെയാണത് പാളിപ്പോയതെന്നുള്ളതാണ്. അത് വളരെ ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രാതിനിധ്യം പോലും ഇല്ല. ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഈവൻ മിനിസ്റ്റേഴ്സിലൊരു പ്രാതിനിധ്യം ഇല്ല. അപ്പോൾ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ എവിടെ ഇല്ലാതെ പോകുന്നതിൽ ഒരു കാരണം റിസർവേഷൻ ഇല്ലാത്തതാണ്. ലെജിസ്ലേച്ചറിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ SC/ST റിസർവേഷനൊക്കെ വരുന്നുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ അതെവിടെയാണ് ഈ പാളിച്ച പറ്റിയത്? ആർക്കാണ് ഇതിന്? അതെ, അല്ല, ഇത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഈ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചു ഈ അഡ്വൈസറി കമ്മിറ്റി, മൈനോറിറ്റീസ് വിഷയം ഡീൽ ചെയ്യുന്ന അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ പട്ടേലായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഈ പ്രാതിനിധ്യത്തിനുള്ള വലിയ ഡിമാൻഡ് വന്നു. അപ്പോൾ സർക്കാർ പറഞ്ഞു 2% ഒരു സിഗ്നിഫിക്കന്റ് പോപ്പുലേഷൻ ഉള്ള 2 മൈനോറിറ്റീസ് ആണ് രാജ്യത്തുള്ളത്, SC, ST ആൻഡ് മുസ്ലിംസ്. അപ്പൊ ഈ 2 മൈനോറിറ്റീസിനും ലെജിസ്ലേച്ചറിന് ആനുപാതികമായ പ്രാതിനിധ്യം റിസർവ് ചെയ്യും, സീറ്റ്സ് റിസർവ് ചെയ്യും. അത് ബാബാ സാഹേബ് അംബേദ്കറിന്റെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് 10 വർഷത്തേക്ക് വേണം എന്നുള്ള ഡിമാൻഡ് റിജക്ട് ചെയ്തത് കൊണ്ട് ഒരു കോംപ്രമൈസ് ആയിട്ട് പറഞ്ഞതാണ്. ഈ മൈനോറിറ്റീസിന്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് മുസ്ലിംസിന് ലെജിസ്ലേച്ചറിൽ റിസർവ് ചെയ്യും, എക്സിക്യൂട്ടീവിൽ റിസർവ് ചെയ്യും, ക്യാബിനറ്റിൽ റിസർവ് ചെയ്യണം എന്ന ഡിമാൻഡ് വന്നു. അപ്പൊ അത് ആ സമയത്ത് ഇത് രണ്ടും അംഗീകരിച്ചു. പക്ഷെ സർദാർ പട്ടേൽ പറഞ്ഞു ക്യാബിനറ്റിൽ റിസർവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. ആ ഷെഡ്യൂൾ അനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും ആരെ ഇൻവൈറ്റ് ചെയ്താലും, ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രപതിയും ഗവർണറും മാൻഡറ്ററി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വായിച്ച അയാളോട് പറയണം, നിങ്ങൾ ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കണം, ആ ക്യാബിനറ്റിൽ ഈ 2 മൈനോറിറ്റീസിന് പ്രാതിനിധ്യം കൊടുക്കണം എന്ന് അഡ്വൈസ് ചെയ്യും എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാൻഡേറ്റ് ചെയ്യാം. ഡയറക്റ്റ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഒരു അപ്രോച്ചിൽ എന്നും അഗ്രി ചെയ്തിരുന്നു. പിന്നെ ഇത് എവിടെയാണ് ഇത് മാറിയത്? ഇത് മാറിയത് പാർട്ടിഷൻ കഴിഞ്ഞിട്ടാണ്. പാർട്ടിഷൻ കഴിഞ്ഞിട്ട് ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിനെ തിരിച്ച് റീഓപ്പൺ ചെയ്തു. 1949 റീഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ തുടക്കം വെച്ചത് സർദാർ പട്ടേൽ മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മുസ്ലിംസ് അല്ലാത്ത മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും ഒക്കെ ആയിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം ഏകദേശം 60-65% മുസ്ലിംസ് ഇന്ത്യൻ മുസ്ലിംസിന്റെ എന്നുള്ള അവര് കണക്ക് പറഞ്ഞിട്ട് പറഞ്ഞു പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞു, ഇനിയിപ്പോ ഇങ്ങനത്തെ റിസർവേഷൻ ആവശ്യമുണ്ടോ മൈനോറിറ്റീസിന് എന്ന് പറഞ്ഞു. ഇല്ല എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ആ മൈനോറിറ്റീസ്, ബാക്കിയുള്ള വളരെ ചെറിയ മൈനോറിറ്റീസ് ആയിരുന്നു, SC/STക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 വലിയ മൈനോറിറ്റീസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ മൈനോറിറ്റി പാർട്ടീഷൻ ഉണ്ടാക്കി പോയി, മറ്റേ വലിയ മൈനോറിറ്റിയായ SC/STക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള മൈനോറിറ്റീസ് ചെറിയ മൈനോറിറ്റീസ് ആണ്.
അതിൻ്റെ റിസർവേഷൻ ആവശ്യവും ഇല്ല എന്നുള്ളൊരു സൂചന വെച്ചു. ആ മൈനോറിറ്റീസ് അത് സമ്മതിച്ചു. ഇത് തിരിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കൊണ്ടുവന്ന് റീഓപ്പൺ ചെയ്തപ്പോൾ ഹുക്കം സിംഗ് എന്ന് പറഞ്ഞ ഒരു പേര് എനിക്ക് ശരിക്കും ഞാൻ കറക്റ്റായിട്ട് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം വളരെ വിശദമായി ഇതിനെ ഒപ്പോസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു തെറ്റാണ്, ഇതൊരു ബിട്രയലാണ്, ഞങ്ങൾ ഇത് എല്ലാം നമ്മൾ അഗ്രി ചെയ്ത് കഴിഞ്ഞതാണ്, ഇത് മാറ്റാൻ പാടില്ല, മൈനോറിറ്റീസിന് റിസർവേഷൻ വേണം എന്ന് പറഞ്ഞു. ഉടനെ ബാബാ സാഹബ് അംബേദ്കർ ഈ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആസ് എ ഡിസിഷൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇൻട്രൊഡ്യൂസ്ഡ്, പക്ഷെ മിണ്ടിയില്ല. സർദാർ പട്ടേലിന് സ്വയം വരേണ്ടി വന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇത് ഡിഫെൻഡ് ചെയ്യാൻ. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇടയ്ക്ക് സർദാർ പട്ടേൽ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് ഈ റിസർവേഷൻ ഇടയ്ക്ക് ഞാൻ തിരിച്ചു തരാം, പക്ഷെ ഇത് വെറും ചപ്രാസികളുടെ ജോലിക്കുള്ള റിസർവേഷൻ ആണെന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാർ. ഇതിൽ ബ്രാഹ്മണിക്കൽ ഇടപെടലുണ്ടല്ലോ സാർ അല്ലേ? പിന്നെ ഈ മൈനോർ മുസ്ലിംസും അല്ല, ഒരു സെക്കൻഡ്. അപ്പൊ ഈ ഹുക്കം സിംഗ് ഇത് ഒപ്പോസ് ചെയ്യുന്നു, പക്ഷെ അവസാനം അത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അക്സെപ്റ്റ് ചെയ്യുന്നു ഈ അമെൻമെന്റ്. അപ്പൊ അങ്ങനെ മൈനോറിറ്റീസിന്റെ റിസർവേഷൻ മാറ്റിയിട്ട് അത് SC/ST രണ്ട് ഗ്രൂപ്പിനായിരുന്നു, മുസ്ലിംസ് ആൻഡ് മൈനോറിറ്റീസ്. മുസ്ലിംസ് പോയി, അപ്പൊ SC/ST മാത്രമായി. ആ ക്യാബിനറ്റിന് അഡ്വൈസ് ചെയ്യണം എന്നുള്ള, ക്യാബിനറ്റ് മെമ്പർഷിപ്പിന് ഒരു റിസർവേഷൻ അഡ്വൈസ് ചെയ്യണം എന്നുള്ള ആ നിബന്ധനയും ഡ്രോപ്പ് ചെയ്തു. ഇതാണ് ഇതിന്റെ സ്റ്റോറി. അപ്പൊ പാർട്ടീഷന്റെ ഒരു കോൺസിക്വൻസ് ആണ് ആക്ച്വലി. അതിനെ പാർട്ടീഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. പക്ഷെ ഇന്ന് വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. റൂളിംഗ് പാർട്ടിയിലോ ക്യാബിനറ്റിലോ ഒന്നും ഏറ്റവും വലിയൊരു മൈനോറിറ്റിക്ക്, ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് ലാർജസ്റ്റ് മുസ്ലിം പോപ്പുലേഷന് ഒരു റെപ്രസെന്റേഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ മതിയാവും. സർ, ഇതില് ദളിത്, SC/ST മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി, ഇവിടെ മെജോറിറ്റി ആരാണ് സർ ഉദ്ദേശിക്കുന്നത്? അത് ഇവിടെ മൈനോറിറ്റി എന്ന് വെച്ചാൽ മൈനോറിറ്റി എന്ന് വെച്ചാൽ വീക്ക് എന്നുള്ള അർത്ഥമാണ്. മൈനോറിറ്റി ഇൻ പവർ എന്നാണ്, നോട്ട് ഇൻ നമ്പേഴ്സ്. തലയെണ്ണലിലല്ല മൈനോറിറ്റി മെജോറിറ്റി എന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉപയോഗിച്ചത്. മൈനോറിറ്റീസ് കമ്മിറ്റി ഈ രാജ്യത്തെ ഒരു 90% ആൾക്കാരെയാണ് ഡീൽ ചെയ്യുന്നത് മൈനോറിറ്റീസ് ആയിട്ട്. പവർലെസ് പീപ്പിൾ. മൈനോറിറ്റി മീൻസ് വീക്കർ സെക്ഷൻ, നോട്ട് ഇൻ നമ്പർ. അപ്പൊ ഇവിടെ ആരാണ് മെജോറിറ്റി ഓളിഗാർക്കിയാണ് മെജോറിറ്റി. ഒരു ചെറിയ നമ്പറിലുള്ള ഓളിഗാർക്കിയാണ് മെജോറിറ്റി. ഒരു പുതിയ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഇൻസൈറ്റ് ആണ് സാർ. അറിയാം, പക്ഷേ കൃത്യമായിട്ട് സാർ അത് പറഞ്ഞു. എൻ്റെ അടുത്ത ചോദ്യം, സോ ശ്രീനാരായണ മാനവധർമ്മവേദിയുടെ സ്ഥാപക നേതാവാണ് സാറ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ന്യൂനപക്ഷ സംഘടനകൾക്കും പാർട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരുപാട് ഇടപെടലുകൾ സാറ് നടത്തിയിട്ടുണ്ട്. ഇപ്പം കേരള സമൂഹത്തിലും സംവിധാനങ്ങളിലും അതുപോലെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പോലീസിലൊക്കെയുള്ള ഹിന്ദുത്വവൽക്കരണത്തിന് എങ്ങനെയാണ് ചെറുത്ത് നിൽക്കാൻ സാധിക്കുക? അതോടൊപ്പം തന്നെ അതിന് ആശയപരമായി നേതൃത്വം നൽകേണ്ട ശ്രീനാരായണ പ്രസ്ഥാനത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? താങ്ക് യു സർ. അപ്പോൾ ഇതിന് താങ്ക് യു മാഡം. ഇതും ഒരു സങ്കീർണമായ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വളരെ ബ്രീഫായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഞങ്ങളുടെ ആർഗ്യുമെന്റ്, ഈ ഹിന്ദു എന്നുള്ള വാക്ക് എന്താണെന്ന് ശ്രീനാരായണ ഗുരു വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. RSS നാഗ്പൂരിൽ ഉണ്ടാക്കിയ 11ാം ദിവസം ശ്രീനാരായണ ഗുരു കേരള കൗമുദിയിൽ അന്നത്തെ പത്രാധിപരായിരുന്ന ശ്രീ കുഞ്ഞിരാമൻ, CV കുഞ്ഞിരാമനോടുള്ള ഒരു സംവാദത്തിൽ പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഇതിനേക്കാളും ഒരു ക്ലിയർ ആൻഡ് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ ഞങ്ങൾ ചോദ്യം ചെയ്യാണ്, എന്താണ് ഈ ഹിന്ദു? നമ്മുടെ ഗുരു പറയുന്നു ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ, പിന്നെ ഇതെന്താണ്? അത് കഴിഞ്ഞ് 11 വർഷം കഴിഞ്ഞിട്ട്, അത് 1925-ലാണ്, 1936 ബാബാ സാഹബ് അംബേദ്കർ പറയുന്നു, ദർ ഇസ് നോ ഹിന്ദു സൊസൈറ്റി എന്ന് പറയുന്നു.
അനഹിലേഷൻ ഓഫ് കാസ്റ്റ് സ്പീച്ചിൽ. അപ്പൊ ഇത് മതമല്ല, ഇത് സൊസൈറ്റി അല്ല, ഈ രണ്ട് വലിയ ചിന്തകർ, വലിയ പ്രവാചകർ പറയുകയാണ് നമ്മളോട്. അപ്പൊ ഇത് എങ്ങനെ പറയുന്നു? അപ്പൊ ഇത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ബേസിസിൽ ഗുരു പറയുന്നു ഹിന്ദു എന്ന് പറയുന്നത് ഒരു പൊതുപ്പേരാണ്, ഒരു മതമല്ല എന്നാണ് പറയുന്നത്. സെമൈറ്റിക് എന്ന് പറയുന്നത് ഒരു പൊതുപ്പേരാണ്, മതമല്ല. 3 മതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേരാണ് സെമൈറ്റിക്. അതുപോലെ ഹിന്ദു എന്ന് പറയുന്നത് ഗുരു പറയുന്നു 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങളുടെ പൊതുപ്പേരാണ്, അല്ല മതമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഹിന്ദു ആകണമെങ്കിൽ ആ 11 ആര്യൻ ബ്രാഹ്മൺ മതങ്ങളുടെ അംഗമായിരിക്കണം. അതിന് സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ 11 ഞാൻ നെയിം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പക്ഷെ നെയിം ചെയ്യുന്നില്ല. പക്ഷെ അതിൽ അംഗത്വം വാസ്തവത്തിൽ അതിൽ പെട്ട ചില സവർണ ദ്വിജന്മാർക്കല്ലാതെ ബാക്കി ആർക്കും അതിൽ വാസ്തവത്തിൽ ഇടമില്ല. ഈ 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങൾക്ക് നമുക്ക് ഇടമില്ല. അതിന്റെ ശാസ്ത്രങ്ങൾ വായിക്കാൻ പാടില്ല, അതിന്റെ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ ശ്രീകോവിലിൽ കയറാൻ പാടില്ല. അപ്പൊ അത് നമ്മുടെ മതങ്ങളല്ല. അപ്പൊ അതിൽ പെട്ട ആൾക്കാർ ഹിന്ദു ആണെന്ന് പറയുന്നെങ്കിൽ അതിൽ അവര് പൊതുപ്പേരാണെന്ന്. പക്ഷെ എന്റെ മതം ഇതല്ല. അപ്പൊ നമ്മുടെ മതം എന്താണ്? നമ്മൾ ഈ എല്ലാ അമ്പലങ്ങളിലും പോകുന്നു, മോസ്കിൽ പോകുന്നു, ചേർച്ചിൽ പോകുന്നു, മരങ്ങളെ കണ്ടാൽ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആധ്യാത്മികത ഉള്ള ആൾക്കാരാണ് ഇവിടെ ഒരു വലിയ ഒരു വിഭാഗം ആൾക്കാർ. അവരുടെ മതത്തിന്റെ പൊതുപ്പേര് എന്താണ്? ആ പൊതുപ്പേര് ഹിന്ദു അല്ല, എന്തായാലും ഹിന്ദു അല്ല. ഹിന്ദു ആണെങ്കിൽ ഈ 11 മതങ്ങൾ പെട്ടാലേ ഹിന്ദു ആവുള്ളൂ എന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഹിന്ദു അല്ലെങ്കിൽ പിന്നെ പൊതുപ്പേര് വേണോ? വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആധ്യാത്മികതയെ കൺട്രോൾ ചെയ്യുന്നു. വേറെ ആരോടും ചോദിക്കാനും പറയേണ്ട ആവശ്യമില്ല. അതിന് പൊതുപ്പേര് വേണമെങ്കിൽ ഗുരു പറയുന്നു മറ്റൊരു പൊതുപ്പേര് ഉപയോഗിക്കുക. അതിൽ 3-4 പേര് ഗുരു സജസ്റ്റ് ചെയ്യുന്നു. അതിൽ ഒന്നാണ് മാനവധർമ്മം. അതായത് എല്ലാ മനുഷ്യരുടെയും ആധ്യാത്മികതയോടുള്ള ഒരു അപ്രോച്ചാണ്. ആ റിലിജനിലാണ് ആ പൊതുപ്പേരിലാണ് ഞങ്ങൾ പെടുന്നത്. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ആധ്യാത്മികതയെ കൺട്രോൾ ചെയ്യാനും ചൂസ് ചെയ്യാനും ഉള്ള അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ഞങ്ങൾ മാനവധർമ്മം എന്ന് പറയുന്നു എന്ന് ഗുരു സജസ്റ്റ് ചെയ്തു. അതിന്റെ കാരണം എന്താണ്? ഗുരു സൂചിപ്പിക്കുന്നു ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിന് 2 കോൺസിക്വൻസസ് ഉണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞ ഈ പൊതുപ്പേര് അക്സെപ്റ്റ് ചെയ്താൽ അതിന് 2 പ്രാക്ടിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്. ഒരു പ്രാക്ടിക്കൽ കോൺസിക്വൻസ് എന്താണ്? ബ്രാഹ്മണരായിരിക്കും നിങ്ങളുടെ ആധ്യാത്മികതയുടെ സുപ്രീം അതോറിറ്റി എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. 2, ഈ ഹിന്ദു എന്നുള്ള വാക്കിന്റെ എവല്യൂഷൻ ഫ്രം ബീങ് എ ജിയോഗ്രാഫിക്കൽ നെയിം ടു എ ഗ്രൂപ്പ് നെയിം ഓഫ് എ റിലിജൻ, അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്തത് ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം റിലിജൻസിന്റെ അറൈവലും അതിന്റെ സ്പ്രെഡും തടയാൻ വേണ്ടിയാണ്. അപ്പൊ ഹിന്ദു ആണെന്നുള്ള ഒരു ഐഡന്റിറ്റി എടുത്തു കഴിഞ്ഞാൽ ഗുരു പറയുന്നത് ഈ 11 മതങ്ങളിൽ പെടാത്ത ബാക്കി മതങ്ങളെ അപരവൽക്കരിക്കുകയാണ്. അത് പാടില്ല. നാരായണ ഗുരുവിന്റെ മെയിൻ സന്ദേശം അപരവൽക്കരണത്തിന്റെ എതിരാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അപരവൽക്കരിക്കാൻ പാടില്ല. ആധ്യാത്മികതയുടെ പേരിലോ മറ്റേത് പേരിലോ നമ്മളെല്ലാം മനുഷ്യരാണ്. മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മൾ മറ്റൊരു മനുഷ്യനെ മനുഷ്യനല്ലാതെ കാണാൻ പാടില്ല. അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്പർ 1 ബ്രാഹ്മണന്റെ സുപ്രീം അതോറിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. 2, ഈ 11 മതങ്ങളുടെ പുറത്തുള്ള മതങ്ങളെ നമ്മൾ അപരവൽക്കരിക്കുന്നു, എസ്പെഷ്യലി മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ. അത് പാടില്ല. മാനവധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഞാൻ അപരവൽക്കരിക്കില്ല എന്നുള്ള, എന്റെ മതം എന്റെ ബിസിനസ്സാണ്, എന്റെ വിശ്വാസമാണ്. അതിന്റെ പരമാധികാരം എനിക്കുണ്ട്. അത് ആരും അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഞാൻ ആരെയും ഷുഡ് നോട്ട് ഹാം എനിബഡി. ആർട്ടിക്കിൾ 25 വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ആരെയും അപരവൽക്കരിക്കില്ല. അതാണ് മാനവധർമ്മം എന്നുള്ള അപ്രോച്ച്. അപ്പൊ ഈ ഒരു അപ്രോച്ചാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അവയർനെസ്, മിസ്റ്റർ സുദേശം രഘുവും ഞങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്. ഈ ഗുരു എന്തുകൊണ്ട് ഇത് പറഞ്ഞു, ഗുരു എങ്ങനെ ഈ കോൺസെപ്റ്റിനെ കണ്ടു, ഈ കോൺസെപ്റ്റ് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ഞങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് പാർസിയുടെ റിലിജനിൽ വിശ്വസിക്കുന്നു, സെൻഡ് അവസ്ഥയിൽ വിശ്വസിക്കുന്നു.
അതുപോലെ ഇവര് ഈ 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങൾ അവരുടെ വിശ്വാസം അവരിലുണ്ട്, അവരത് വിശ്വസിച്ചോട്ടെ, ആരെയും ശല്യപ്പെടുത്തരുത്. പക്ഷെ എന്റെ മതമാണെന്ന് പറയരുത്, ഈ രാജ്യത്തിന്റെ മതമാണെന്ന് പറയരുത്. നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങൾക്കും ഫ്രീഡം ഓഫ് ഫെയ്ത്ത് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അതിന്റെ പേരിൽ ബ്രാഹ്മണന്റെ പരമാധികാരം നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിക്കരുത്. അതിന്റെ പേരിൽ നമ്മളെ അപരവൽക്കരിക്കരുത്. അപരവൽക്കരണം ഇല്ലാതാക്കാനാണ് ഞങ്ങൾ മാനവധർമ്മം എന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് പൊതുപ്പേര് ആൾക്കാരുടെ കോൺഷ്യസ്നെസ്സിലേക്ക് ഗുരുവിന്റെ പേരിൽ കൊണ്ടുവരുന്നത്. അതാണ് മാഡം എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. സാർ, എൻ്റെ പേര് ഹാജി അബ്ദുള്ള കുട്ടി. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് പറഞ്ഞു വെച്ചപ്പോൾ അനിലേറ്റ് ഒളിഗാർക്കി എന്നാണ് പറഞ്ഞതില്ല, പക്ഷേ അത് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഫലവത്താക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. അതെ, ഞാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സർ, മിസ്റ്റർ ഹാജി. ഈ കാസ്റ്റിനെ നമുക്ക് കാസ്റ്റിനെ തിയറൈസ് ചെയ്തിട്ടുള്ളത് മിക്കവാറും സോഷ്യോളജിസ്റ്റ്, ആന്ത്രോപോളജിസ്റ്റ്, 1 or 2, അതും മോസ്റ്റ്ലി 19th സെഞ്ച്വറിയിലുള്ള 1 or 2 ഹിസ്റ്റോറിയൻസ്, 1 or 2 ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഒക്കെയാണ്. അല്ലാതെ വളരെ ഒരു നാരോ അപ്രോച്ചാണ് നമ്മൾ. അപ്പൊ അതിന്റെ ആ കോൺസെപ്റ്റലൈസേഷൻ വെച്ചിട്ട് ഈ അനൈലേഷൻ ഓഫ് കാസ്റ്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാബാ സാഹിബിന്റെ അപ്രോച്ചോ ഗുരുവിന്റെ അപ്രോച്ചോ, ഗുരുവും ജാതി എന്താണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ജാതി എന്ന് വെച്ചാൽ ഗുരു പറയുന്ന അതിന്റെ സംസ്കൃത വാക്കിന്റെ അർത്ഥം ജന്മരീതി എന്നാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജാതി ഭേദമില്ല. ഗുരു പറയുന്നു ജന്മരീതി, എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ, എല്ലാ മനുഷ്യർക്കും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും. ഒരു അമ്മ പ്രസവിക്കുന്നു, അങ്ങനെ കുഞ്ഞുണ്ടാകുന്നു. അല്ലാതെ അച്ഛൻ മുട്ടയിട്ട് ചിലർ വിരിയുന്നു, ചിലർ അമ്മ പ്രസവിക്കുന്നു, അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒരു ജന്മരീതിയാണ് എല്ലാ മനുഷ്യർക്കും, ഒരു സ്പീഷീസ് ആണ്. ഗുരു പറയുന്നു ഇത് ലോകത്ത് ഇത് അറിഞ്ഞുകൂടാത്ത ആരുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴികെ വേറെ ആരുമില്ല, ആ കഷ്ടം എന്ന് ഗുരു ഒരു സമയത്ത് പറയുന്നു. അപ്പോൾ ജാതി എന്ന് വെച്ചാൽ ജന്മരീതി. അതുകൊണ്ടാണ് ഒരു ജാതി മത ദ്വേഷം പാടില്ല, ജാതി ഭേദം പാടില്ല എന്ന് ഗുരു പറയുന്നത്. അപ്പൊ കാസ്റ്റ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ജാതി എന്ന് വെച്ചാൽ ജന്മരീതി, വർണ്ണം എന്ന് വെച്ചാൽ ആ ജാതി ഉണ്ടാകുന്നത് ഋഗ്വേദത്തിലാണ്. 4 ജന്മരീതികൾ ഉണ്ടെന്ന് പറയുന്ന ഋഗ്വേദത്തിൽ ജാതി ഉണ്ടാകുന്നു. ആ ജാതിയുടെ റെസ്പോൺസിബിലിറ്റീസും സ്റ്റേറ്റസിന്റെയും ഒക്കെ വർണ്ണനമാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ജാതി ഒന്നേ ഉണ്ടെങ്കിൽ വർണ്ണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് കാസ്റ്റിനെ, ജാതിയും വർണ്ണത്തിനെയും കാസ്റ്റിനെയും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ ഒക്കും. അപ്പൊ ആദ്യം അതിന്റെ ക്ലാരിറ്റി വേണം. ആസ് എ പ്രാക്ടിക്കൽ മാറ്റർ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഒന്ന്, കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും എഫക്ട് ചെയ്യാണ്, ഹിന്ദുക്കളെ മാത്രമല്ല. ഇന്ത്യയിലുള്ള എല്ലാ ഗ്രൂപ്പ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ്. അപ്പൊ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് നമ്മളുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റിലാണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് മനുഷ്യ ബന്ധങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതാണ് കാസ്റ്റ് സിസ്റ്റം. അത് നമ്മൾ മനസ്സിലാക്കണം. 2, നമ്മൾ മനസ്സിലാക്കുന്നത് ജാതി ഭേദമില്ല, നമ്മൾ എല്ലാ ജന്മരീതിയാണ് ജാതി എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരു ജാതിയേ ഉള്ളൂ, വർണ്ണമില്ല, ജാതിയില്ല. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതൊരു ഓളിഗാർക്കിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഓളിഗാർക്കി, ഒരു സിസ്റ്റം ടു മെയിൻറ്റെയിൻ റൂൾ ബൈ ഫ്യൂ കമ്മ്യൂണിറ്റീസ്. അതിനെ നമ്മൾ എങ്ങനെ ഇല്ലാതാക്കണം എന്നാണ് മിസ്റ്റർ ഹാജി ചോദിക്കുന്നത്. അതിന്റെ തത്ക്ഷണത്തിൽ അതിനെ ഇല്ലാതാക്കാനുള്ള പ്രതിവിധി ഡോക്ടർ അംബേദ്കർ നമുക്ക് തരുന്നു. അതാണ് പ്രാതിനിധ്യ ജനാധിപത്യം. എല്ലാ കമ്മ്യൂണിറ്റീസിനും ഭരണകൂടത്തിൽ ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം കിട്ടിയാൽ ആ നിമിഷം ഓളിഗാർക്കി ഇല്ലാതാവും. ഓളിഗാർക്കി എന്ന് വെച്ചാൽ ഭരണകൂടത്തിനെ 2-3 കമ്മ്യൂണിറ്റീസ് മാത്രം മൊണോപ്പൊളൈസ് ചെയ്യുക. സുപ്രീം കോർട്ടിൽ തന്നെ ഈ ബാബാ സാഹേബ് അംബേദ്കറിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ആണെങ്കിൽ 34 ജഡ്ജസ് ഉണ്ട്. അതിൽ 8 പേര് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്. ആനുപാതികമായി നോക്കിയാൽ 8 ജഡ്ജിമാർ SC/ST ആകണം, 20 ജഡ്ജിമാർ അവർണ, നോൺ വർണ്ണ ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് വരണം, 5 പേര് മൈനോറിറ്റീസ് വരണം, 5 ജഡ്ജസ് മൈനോറിറ്റീസ് വരണം. പിന്നെ മാക്സിമം 1 ജഡ്ജാണ് ഈ ഒളിഗാർക്കി ക്ലാസ്സിൽ നിന്ന് അവർക്ക് പ്രാതിനിധ്യത്തിന് വേണ്ടി ഒരാളെ കൊടുക്കാം. അങ്ങനത്തെ ഒരു സുപ്രീം കോർട്ടിൽ നിന്നും വരുന്ന ഡിസിഷൻസും ജൂറിസ്പ്രൂഡൻസും വളരെ വ്യത്യസ്തമായിരിക്കും. തത്ക്ഷണത്തിൽ നമുക്ക് ഈ ഓളിഗാർക്കിക് സിസ്റ്റമാണ് കാസ്റ്റ് ഓളിഗാർക്കിയാണ്. സിസ്റ്റം ഓഫ് സോഷ്യൽ റെഗുലേഷൻ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓൾ കമ്മ്യൂണിറ്റീസ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വളരെ ക്ലിയർ ആവും നമ്മുടെ മനസ്സിൽ. അതിന് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് എടുക്കേണ്ടത്
പ്രാതിനിധ്യ ജനാധിപത്യം വേണം. അത് വേണമെങ്കിൽ റിസർവേഷൻ വേണം. റിസർവേഷൻ വേണമെങ്കിൽ സെൻസസ് വേണം. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് റെപ്രസെന്റേഷന് വേണ്ടിയാണ്, സെൻസസിന് വേണ്ടിയല്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് റെപ്രസെന്റേഷന് വേണ്ടിയാണ്, റിസർവേഷന് വേണ്ടിയല്ല. റെപ്രസെന്റേഷൻ വന്നു കഴിഞ്ഞാൽ ഓളിഗാർക്കി ഇല്ലാതാകും. ഓളിഗാർക്കി ഇല്ലാതായാൽ കാസ്റ്റ് ഇല്ലാതാകും. താങ്ക് യു സർ. വളരെ വിശദമായ രീതിയിൽ തന്നെ സാർ ഈ വിഷയം അവതരിപ്പിക്കുകയും വളരെ ഭംഗിയായി വിഷയത്തിൽ ഇടപെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് വളരെ നല്ലൊരു സെഷനാണ് ഇവിടെ നടന്നത്. നമുക്കിത് ഇതിനകം തന്നെ അടുത്ത സെഷൻ്റെ സമയം കുറച്ച് നമ്മൾ അപഹരിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകളുണ്ടെങ്കിലും നമ്മളത് തുടരാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. ഏതായാലും ഈ വിഷയം അവതരിപ്പിച്ച് വളരെ ഭംഗിയായി ഈ വിഷയം അവതരിപ്പിച്ച ബഹുമാനായ പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ സാറിന് നിങ്ങളുടെ ഏവരുടെയും പേരിലുള്ള നന്ദിയും ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കൂടാതെ ഈ സെഷനിൽ സാഗൂതം പങ്കെടുക്കുകയും ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. മിസ്റ്റർ സുദേശ്, മിസ്റ്റർ ഖാദർ പാലാഴി, എല്ലാവർക്കും എൻ്റെ നന്ദി. ഓഡിയൻസിനോടും നല്ല ചോദ്യങ്ങളും നല്ല ഡിസ്കഷനുമായിരുന്നു.